സ്വാഗതം ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് വിന്നർ യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് വീണ്ടും മറ്റൊരു മോക്ക് ടെസ്റ്റാണ്. 40 ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റാണ്. കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ്, അതുപോലെ പുതിയ ചോദ്യങ്ങൾ ഉൾപ്പെടെ 40 ക്വസ്റ്റ്യൻസ്. അപ്പോൾ പ്രധാനമായിട്ടും LDC മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ഡിഗ്രി ലെവൽ പ്രാഥമിക പരീക്ഷയ്ക്കും വളരെ ഉപകാരപ്രദമാണ്. അതുപോലെ എല്ലാ ദിവസവും നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ പരിശീലിക്കുക. അപ്പോൾ ഒരു പ്രാവശ്യം എടുത്ത മോക്ക് ടെസ്റ്റ് തന്നെ നിങ്ങൾക്ക് വീണ്ടും എടുക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള പഴയ മോക്ക് ടെസ്റ്റുകൾ പ്ലേലിസ്റ്റുകളായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സുകളിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ അവ തീർച്ചയായിട്ടും പരിശീലിക്കുക, നല്ല രീതിയിൽ റിവിഷൻ നടത്തുക. നമ്മുടെ ഇന്നത്തെ മോക്ക് ടെസ്റ്റിലേക്ക് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഇൻഡോ റഷ്യ സംയുക്ത സൈനികാഭ്യാസമായ ഇന്ദ്ര 2021 നടന്നത് എവിടെ? ഓപ്ഷൻ സി, വോൾഗോഗ്രാഡിൽ വെച്ചാണ്. റഷ്യയിലെ വോൾഗോഗ്രാഡിൽ വെച്ചാണ് ഇൻഡോ റഷ്യ സംയുക്ത സൈനികാഭ്യാസമായ ഇന്ദ്ര 2021 നടന്നത്. വോൾഗോഗ്രാഡിൽ വെച്ച്, റഷ്യയിൽ വെച്ച്. അപ്പോൾ ഇന്ദ്ര എന്ന സംയുക്ത സൈനികാഭ്യാസം ഇന്ത്യയും റഷ്യയും തമ്മിൽ നടത്തുന്ന സൈനിക അഭ്യാസമാണ്. അതുപോലെ ഫ്രണ്ട്സ്, ഏതൊരു PSC പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിൽ kerala.pscwinner.co.in എന്ന നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ക്വിസുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ PSC പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്വിസുകളാണ്. ഈ ക്വിസുകളുടെ വെബ്സൈറ്റ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിച്ച് വെബ്സൈറ്റ് ക്വിസുകൾ കൂടി മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ട്വിറ്ററിന് പകരമായി ഇന്ത്യ പുറത്തിറക്കിയ സ്വദേശി ആപ്പ് ഏതാണ്? ഓപ്ഷൻ ബി, കൂ ആപ്പാണ്. ട്വിറ്ററിന് പകരമായിട്ട് ഇന്ത്യ പുറത്തിറക്കിയ സ്വദേശി ആപ്പാണ് കൂ. അതുപോലെ വാട്സാപ്പിന് പകരമായിട്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ സ്വദേശി ആപ്പ് ഏതാണ്? സന്ദേശാണ്. വാട്സാപ്പിന് പകരമായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ സ്വദേശി ആപ്പാണ് സന്ദേശ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2021 പൊട്ടിത്തെറിച്ച മൗണ്ട് എറ്റ്ന അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെ, ഏത് രാജ്യത്ത്? ഓപ്ഷൻ സി, ഇറ്റലിയിലാണ്. 2021 പൊട്ടിത്തെറിച്ച മൗണ്ട് എറ്റ്ന അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഇറ്റലിയിൽ. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2021 അന്തരിച്ച നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി ഏത് മേഖലയിലാണ് പ്രശസ്തനായിട്ടുള്ളത്? ഓപ്ഷൻ ഡി, കഥകളി മേഖലയിലാണ്, അല്ലെങ്കിൽ കഥകളിയിലാണ് നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി പ്രശസ്തനായിട്ടുള്ളത്. അപ്പോൾ പ്രശസ്ത കഥകളി നടനാണ് നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി. ഈ അടുത്ത കാലത്ത് അദ്ദേഹം അന്തരിച്ചിരുന്നു. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 100% ജനങ്ങൾക്കും കോവിഡ് വാക്സിൻ നൽകിയ രാജ്യത്തെ ആദ്യ നഗരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യൻ നഗരം ഏത്? ഓപ്ഷൻ എ, ഭുവനേശ്വർ ആണ്. 100% ജനങ്ങൾക്കും സമ്പൂർണ്ണ കോവിഡ് വാക്സിൻ നൽകിയ രാജ്യത്തെ ആദ്യ നഗരമാണ് ഭുവനേശ്വർ. ആറാമത്തെ ക്വസ്റ്റ്യൻ. സ്ത്രീധന നിരോധന ദിനമായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ദിവസം ഏത്? ഓപ്ഷൻ ബി, നവംബർ 26 സ്ത്രീധന നിരോധന ദിനമായിട്ട് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ദിവസമാണ് നവംബർ 26. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കമ്പ്യൂട്ടറിൽ Alt+F4 എന്ന ഷോർട്ട് കട്ട് എന്തിനുപയോഗിക്കുന്നു? ഓപ്ഷൻ ഡി, എക്സിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. കമ്പ്യൂട്ടറിൽ Alt+F4 എന്ന ഷോർട്ട് കട്ട് എക്സിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. അതായത് നമ്മൾ കമ്പ്യൂട്ടറിൽ ഒരു വേർഡ് ഫയൽ ഇപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. Alt+F4 ഞെക്കിക്കഴിഞ്ഞാൽ ആ വേർഡ് ഡോക്യുമെൻറ്റ് എക്സിറ്റ് ആവും. ഇനി അതുപോലെ ഒന്നും ഓപ്പൺ ആയിട്ട് കിടക്കുന്നില്ല എങ്കിൽ നമ്മൾ ഡെസ്ക്ടോപ്പിൽ Alt+F4 ഞെക്കിക്കഴിഞ്ഞാൽ ഷട്ട് ഡൗൺ ചെയ്യാനുള്ള ഡയലോഗ് ബോക്സ് കാണിക്കും. അപ്പോൾ ഇതിൽ കൂടി നമുക്ക് ഷട്ട് ഡൗൺ ചെയ്യാവുന്നതാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. താഴെ പറയുന്നവയിൽ കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഓപ്ഷൻ ഡി, ബയോമെട്രിക് സെൻസറാണ്. താഴെ തന്നിട്ടുള്ളവയിൽ കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബയോമെട്രിക് സെൻസർ. അപ്പോൾ ബയോമെട്രിക് സെൻസർ എന്താണ് ചെയ്യുക? നമ്മളൊരു വിരൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബയോമെട്രിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കമ്പ്യൂട്ടറിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ ഒരു ഡാറ്റ ഇൻപുട്ട് ഉപകരണമാണ് ബയോമെട്രിക് സെൻസർ. ഇനി ഇവിടെ തന്നിരിക്കുന്ന പ്ലോട്ടർ ഒരുതരം പ്രിൻ്ററാണ്. അപ്പോൾ പ്ലോട്ടർ ഒരുതരം പ്രിൻ്ററാണ്. അപ്പോൾ അതൊരു ഔട്ട്പുട്ട് ഉപകരണമാണ്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 5ാം ജനറേഷൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ULSI മൈക്രോ പ്രോസസ്സർ സാങ്കേതിക വിദ്യയിൽ
അപ്പോൾ അതായത് 5ാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നത് ULSI മൈക്രോ പ്രോസസ്സർ സാങ്കേതിക വിദ്യയാണ്. അപ്പോൾ അതിനകത്ത് ULSIയിൽ L ലെറ്റർ എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ ബി, ലാർജ് എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. 5ാം ജനറേഷൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ULSI മൈക്രോ പ്രോസസ്സർ സാങ്കേതിക വിദ്യയിൽ L ലെറ്റർ സൂചിപ്പിക്കുന്നത് ലാർജ് എന്നതിനെയാണ്. അപ്പോൾ എന്താണ് ULSIയുടെ ഫുൾ ഫോം? അൾട്രാ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ എന്നതാണ് ULSIയുടെ ഫുൾ ഫോമാണ് അൾട്രാ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ഇൻപുട്ടായും ഔട്ട്പുട്ടായും ഉപയോഗിക്കുന്ന ഉപകരണം അല്ലാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ എ, ട്രാക്ക് ബോൾ ആണ്. താഴെ തന്നിട്ടുള്ളവയിൽ ഇൻപുട്ടായും ഔട്ട്പുട്ടായും ഉപയോഗിക്കുന്ന ഉപകരണം അല്ലാത്തത് ട്രാക്ക് ബോൾ ആണ്. ട്രാക്ക് ബോൾ എന്താണ്? ട്രാക്ക് ബോൾ ഒരു പോയിൻറ്റിംഗ് ഡിവൈസ് ആണ്, ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്, പോയിൻറ്റിംഗ് ഡിവൈസ് ആണ് ട്രാക്ക് ബോൾ. അതേസമയം മോഡം, ടച്ച് സ്ക്രീൻ, ഹെഡ്സെറ്റ് എന്നിവ ഒരേ സമയം ഇൻപുട്ട് ഉപകരണമായിട്ടും ഔട്ട്പുട്ട് ഉപകരണമായിട്ടും പ്രവർത്തിക്കും. മോഡം നമുക്കറിയാം, മോഡുലേറ്റർ ഡീമോഡുലേറ്റർ ആണ് മോഡം. അതുപോലെ ടച്ച് സ്ക്രീൻ നമുക്ക് ഇൻപുട്ടായിട്ടും ഉപയോഗിക്കാം, ഔട്ട്പുട്ട് കാണാനായിട്ടും ടച്ച് സ്ക്രീൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഹെഡ്സെറ്റ് നമുക്കറിയാം, നമ്മൾ സംസാരിക്കാനും അതുപോലെ തന്നെ കേൾക്കാനും ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നു. അപ്പോൾ പ്രധാന ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളാണ്, ഇൻപുട്ടായിട്ടും ഔട്ട്പുട്ടായിട്ടും ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് മോഡം, ടച്ച് സ്ക്രീൻ, ഹെഡ്സെറ്റ്, അതുപോലെ നെറ്റ്വർക്ക് കാർഡ് എന്നിവ. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഏറ്റവും കൂടുതൽ ഡാറ്റ സൂക്ഷിക്കാൻ പറ്റിയ ഓപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണം ഏത്? ഓപ്ഷൻ ബി, ബ്ലൂ റേ ഡിസ്ക് ആണ്. ഏറ്റവും കൂടുതൽ ഡാറ്റ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഓപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണമാണ് ബ്ലൂ റേ ഡിസ്ക്. അല്ലെങ്കിൽ സംഭരണശേഷി ഏറ്റവും കൂടിയ സ്റ്റോറേജ് ഉപകരണമാണ് ബ്ലൂ റേ ഡിസ്ക്. അപ്പോൾ നമുക്കറിയാം, ഒരു സാധാരണ DVD സംഭരണശേഷി എത്രയാണ്? 4.7 GB ആണ്. ഒരു സാധാരണ DVD സംഭരണശേഷിയാണ് 4.7 GB. ഇനി അതുപോലെ ഡബിൾ ലെയർ ബ്ലൂ റേ ഡിസ്കിൻ്റെ സംഭരണശേഷി എത്രയാണ്? 50 GB ആണ്. ഡബിൾ ലെയർ ബ്ലൂ റേ ഡിസ്കിൻ്റെ സംഭരണശേഷിയാണ് 50 GB. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവലായ നൃത്തം ആരുടെ കൃതിയാണ്? ഓപ്ഷൻ സി, M. മുകുന്ദൻ്റെ കൃതിയാണ്. മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവലായ നൃത്തം M. മുകുന്ദൻ്റെ കൃതിയാണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനം ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി, അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനം അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ 1ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനം നടന്നത് ഏത് വർഷമാണ്? 1774 1ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനം നടന്നത് 1774. 2ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനം നടന്നത് 1775. അപ്പോൾ ഈ 2ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം 1776 ജൂലൈ 4 നടത്തിയത്. ഈ 2ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനമാണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. താഴെ പറയുന്നവയിൽ 1857 കലാപ പ്രദേശവും സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനവും തെറ്റായ ജോഡി തെറ്റായത് ഏത്? ഓപ്ഷൻ എ, ആര ഉത്തർപ്രദേശ് എന്ന ജോഡിയാണ് താഴെ തന്നിട്ടുള്ളവയിൽ 1857 കലാപ പ്രദേശവും സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനവും തെറ്റായ ജോഡിയാണ് ഓപ്ഷൻ എ. സോ നമ്മുടെ ആൻസർ ഇവിടെ ഓപ്ഷൻ എ ആണ്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ശരിയാണ്. റൂർക്കി ഉത്തരാഖണ്ഡിലാണ്. അപ്പോൾ ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു 1857 കലാപ പ്രദേശമാണ് റൂർക്കി. അതുപോലെ ബാരക്പൂർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പശ്ചിമ ബംഗാളിലെ 1857 ഒരു കലാപ പ്രദേശമാണ് ബാരക്പൂർ. ഇനി അതുപോലെ ഭരത്പൂർ 1857 മറ്റൊരു കലാപ പ്രദേശമായ ഭരത്പൂർ സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. എന്നാൽ ആര എന്ന് പറയുന്ന 1857 കലാപ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ഇന്നത്തെ ബീഹാറിലാണ്, ഉത്തർപ്രദേശിൽ അല്ല. അതുപോലെ നമുക്കറിയാം 1857 കലാപ പ്രദേശങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഇന്നത്തെ ഉത്തർപ്രദേശിലാണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കൊട്ടിയൂർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഓപ്ഷൻ ഡി, കണ്ണൂർ ജില്ലയിലാണ്. കൊട്ടിയൂർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കണ്ണൂർ ജില്ല. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വിവരാവകാശ നിയമത്തിലെ ആകെ വകുപ്പുകളുടെ എണ്ണം എത്ര?
ഓപ്ഷൻ ഡി 31 വകുപ്പുകളാണ്. വിവരാവകാശ നിയമത്തിലെ ആകെ വകുപ്പുകളുടെ എണ്ണമാണ് 31 വകുപ്പുകൾ. അപ്പോൾ വിവരാവകാശ നിയമത്തിൽ എത്ര അധ്യായങ്ങൾ? 6 അധ്യായങ്ങൾ. എത്ര വകുപ്പുകൾ? 31 വകുപ്പുകൾ. എത്ര ഷെഡ്യൂളുകൾ? 2 ഷെഡ്യൂളുകൾ. ഇനി അതുപോലെ നമുക്കറിയാവുന്നതാണ്, വിവരാവകാശ നിയമമാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വിവരാവകാശ നിയമം. അതുപോലെ വിവരാവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് എന്നാണ്. 2005 വിവരാവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത്. നിലവിൽ വന്നതും 2005. അപ്പോൾ 2005 ജൂൺ 15 പാർലമെൻറ്റ് പാസ്സാക്കിയത്. അങ്ങനെയും ചോദിക്കാം. അതുപോലെ വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. ഇനി അതുപോലെ തന്നെ വിവരാവകാശ നിയമം ആദ്യം പാസ്സാക്കിയ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. വിവരാവകാശ നിയമം ആദ്യം പാസ്സാക്കിയ സംസ്ഥാനമാണ് തമിഴ്നാട് 1997. അതുപോലെ വിവരാവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കുന്നതിന് പ്രേരക ശക്തിയായ സംഘടന ഏതായിരുന്നു? മസ്ദൂർ കിസാൻ ശക്തി സംഘടനയാണ് വിവരാവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കുന്നതിന് പ്രേരക ശക്തിയായ സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടന. ഇനി അതുപോലെ ഈ മസ്ദൂർ കിസാൻ ശക്തി സംഘടന സ്ഥാപിതമായത് ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാനിലാണ്. ഇനി വിവരാവകാശ നിയമത്തിന് മുൻഗാമി എന്നറിയപ്പെടുന്ന ഒരു നിയമമുണ്ട്. ഏതാണത്? ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 വിവരാവകാശ നിയമത്തിന് മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമമാണ് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. താഴെ പറയുന്നവയിൽ കാനിങ് പ്രഭുവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി പൂർണ്ണ പത്രസ്വാതന്ത്ര്യം അനുവദിച്ചു എന്നതാണ് താഴെ തന്നിട്ടുള്ളവയിൽ കാനിങ് പ്രഭുവുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് പൂർണ്ണ പത്രസ്വാതന്ത്ര്യം അനുവദിച്ചു. സോ ഇവിടുത്തെ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം കറക്റ്റാണ്. ദത്താവകാശ നിരോധന നിയമം റദ്ദ് ചെയ്തത് ആരാണ്? കാനിങ് പ്രഭുവാണ്. ഇന്ത്യൻ പീനൽ കോഡ് IPC പാസ്സാക്കിയത് ആരാണ്? കാനിങ് പ്രഭുവാണ്. അതുപോലെ ഇന്ത്യയിൽ ആദായ നികുതി ആരംഭിച്ചത് കാനിങ് പ്രഭുവിൻ്റെ കാലത്താണ്. കാനിങ് പ്രഭുവാണ്. ഇനി നമുക്കറിയാം, ഇന്ത്യയിൽ പൂർണ്ണ പത്രസ്വാതന്ത്ര്യം അനുവദിച്ച ഗവർണർ ജനറൽ ആരായിരുന്നു? ചാൾസ് മെറ്റ്കാഫ് ആയിരുന്നു. ഇന്ത്യയിൽ പൂർണ്ണ പത്രസ്വാതന്ത്ര്യം അനുവദിച്ച ഗവർണർ ജനറൽ ആയിരുന്നു ചാൾസ് മെറ്റ്കാഫ്, കാനിങ് പ്രഭു അല്ല. അപ്പോൾ അതുകൊണ്ടാണ് ചാൾസ് മെറ്റ്കാഫിനെ ലിബറേറ്റർ ഓഫ് ദ പ്രസ് എന്ന് വിളിക്കുന്നത്. ആരെയാണ്? ചാൾസ് മെറ്റ്കാഫ് ആണ് ലിബറേറ്റർ ഓഫ് പ്രസ് എന്ന് അറിയപ്പെടുന്നത്. ചാൾസ് മെറ്റ്കാഫ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ദേശീയ സമരകാലത്തെ ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ചാൾസ് മെറ്റ്കാഫ് ആണ് ദേശീയ സമരകാലത്തെ ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്നത് ചാൾസ് മെറ്റ്കാഫ്. ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? ഓപ്ഷൻ ഡി വാറൻ ഹേസ്റ്റിങ്സിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്. വാറൻ ഹേസ്റ്റിങ്സിൻ്റെ കാലത്ത്. അപ്പോൾ ഈ ബനാറസ് ഉടമ്പടിയുടെ വർഷം ഏതായിരുന്നു? 1773 ബനാറസ് ഉടമ്പടിയുടെ വർഷമാണ് 1773. അപ്പോൾ വാറൻ ഹേസ്റ്റിങ്സ് അന്നത്തെ അവധ് നവാബുമായിട്ടാണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സെൻസസ് എന്ന വിഷയം താഴെ പറയുന്നവയിൽ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ എ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. സെൻസസ് എന്ന വിഷയം യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു, അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. ഇനി അതുപോലെ നമ്മൾ ഓർത്തിരിക്കേണ്ട കുറേ പോയിൻറ്റ്സ് ഉണ്ട്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യ സെൻസസ് നടന്ന വർഷം ഏത്? 1872 ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യ സെൻസസ് നടന്ന വർഷമാണ് 1872. നടത്തിയത് ആരാണ്? ആദ്യ സെൻസസ് നടത്തിയത് മേയോ പ്രഭുവാണ്. എന്നാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു റെഗുലർ സെൻസസ് നടത്തിയ വർഷം ഏത്? 1881 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു റെഗുലർ സെൻസസ് നടത്തിയ വർഷമാണ് 1881. റിപ്പൺ പ്രഭു ആയിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് സെൻസസ് നടന്നത് 1872 മേയോ പ്രഭു. ഇനി ആദ്യമായിട്ട് റെഗുലർ സെൻസസ് നടന്ന വർഷമാണ് 1881 റിപ്പൺ പ്രഭു. ഇനി അതുപോലെ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് സെൻസസ് നടന്ന വർഷം ഏത്? 1951 സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ സെൻസസ് നടന്ന വർഷമാണ് 1951. ഇനി അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടത്തിയ നാട്ടുരാജ്യം ഏതായിരുന്നു? തിരുവിതാംകൂർ ആയിരുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട് സെൻസസ് നടത്തിയ നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ. അത് 1836 സ്വാതി തിരുനാളാണ് ആദ്യമായിട്ട് തിരുവിതാംകൂറിൽ സെൻസസ് നടത്തിയത്. ഇനി അതുപോലെ തിരുവിതാംകൂറിൽ ആദ്യ ക്രമീകൃത സെൻസസ് നടത്തിയത് ഏത് വർഷം?
1875 ആയില്യം തിരുനാളാണ് തിരുവിതാംകൂറിൽ ആദ്യ ക്രമീകൃത സെൻസസ് നടത്തിയത്. 1875 ആയില്യം തിരുനാൾ. 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കിഴക്കിൻ്റെ ഓക്സ്ഫോർഡ് എന്നറിയപ്പെടുന്ന നഗരം ഏത്? ഓപ്ഷൻ സി പൂനെയാണ്. കിഴക്കിൻ്റെ ഓക്സ്ഫോർഡ് എന്നറിയപ്പെടുന്ന നഗരമാണ് പൂനെ. 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിൽ പോർട്ട് മ്യൂസിയം നിലവിൽ വന്ന ജില്ല ഏത്? ഓപ്ഷൻ സി ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിൽ പോർട്ട് മ്യൂസിയം നിലവിൽ വന്ന ജില്ലയാണ് ആലപ്പുഴ ജില്ല. 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗാന്ധിജിയെ അവസാനമായി തടവിൽ പാർപ്പിച്ചിരുന്നത് എവിടെ? ഓപ്ഷൻ എ ആഗാഖാൻ കൊട്ടാരത്തിലായിരുന്നു. പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിലായിരുന്നു ഗാന്ധിജിയെ അവസാനമായി തടവിൽ പാർപ്പിച്ചിരുന്നത്. പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിൽ. 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എത്രാമത് കേരള ഭരണ പരിഷ്കരണ കമ്മീഷൻ്റെ അധ്യക്ഷനായിരുന്നു VS അച്യുതാനന്ദൻ? ഓപ്ഷൻ ബി 4ാമത് കേരള ഭരണ പരിഷ്കരണ കമ്മീഷൻ്റെ അധ്യക്ഷനായിരുന്നു VS അച്യുതാനന്ദൻ. അപ്പോൾ കേരളത്തിൽ ആകെ 4 ഭരണ പരിഷ്കരണ കമ്മീഷനായിരുന്നു ഉണ്ടായിരുന്നത്. 1ാം കേരള ഭരണ പരിഷ്കരണ കമ്മീഷൻ രൂപീകൃതമായ വർഷം ഏത്? 1957 1ാം കേരള ഭരണ പരിഷ്കരണ കമ്മീഷൻ രൂപീകൃതമായത്. 1957 കേരള പിറവി കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ട്. ഇനി 1ാം കേരള ഭരണ പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? പ്രഥമ മുഖ്യമന്ത്രി EMS ആയിരുന്നു. 1ാം കേരള ഭരണ പരിഷ്കരണ കമ്മീഷൻ ചെയർമാനായിരുന്നു EMS നമ്പൂതിരിപ്പാട്. 2ാം കേരള ഭരണ പരിഷ്കരണ കമ്മീഷൻ ചെയർമാനായിരുന്നു MK വെള്ളോടി. 3ാം ഭരണ പരിഷ്കരണ കമ്മീഷൻ്റെ ചെയർമാൻ EK നായനാരായിരുന്നു. അപ്പോൾ ലാസ്റ്റത്തെ 4ാം കേരള ഭരണ പരിഷ്കരണ കമ്മീഷൻ്റെ ചെയർമാനായിരുന്നു VS അച്യുതാനന്ദൻ. 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സൂര്യ സെൻ ആരംഭിച്ച വിപ്ലവ സംഘടനയുടെ പേര്? ഓപ്ഷൻ ഡി ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയാണ്. സൂര്യ സെൻ മാസ്റ്റർ ദ എന്ന വിളിപ്പേരുള്ള സൂര്യ സെൻ ആരംഭിച്ച വിപ്ലവ സംഘടനയാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി. 26ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര്? ഓപ്ഷൻ ഡി MSK രാമസ്വാമിയാണ് കേരളത്തിലെ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. MSK രാമസ്വാമി. 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എയ്ഡ്സ് വൈറസ് ആക്രമിക്കുന്ന ശ്വേതരക്താണു ഏത്? ഓപ്ഷൻ സി ലിംഫോസൈറ്റ് ശ്വേതരക്താണുവിനെയാണ്. എയ്ഡ്സ് വൈറസ് ആക്രമിക്കുന്ന ശ്വേതരക്താണുവാണ് ലിംഫോസൈറ്റ്. അപ്പോൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്നത് ആരാണ്? ഈ ലിംഫോസൈറ്റ് ശ്വേതരക്താണുവാണ്. ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്നത് ലിംഫോസൈറ്റാണ്. അപ്പോൾ ഈ ലിംഫോസൈറ്റിനെയാണ് എയ്ഡ്സ് വൈറസ് ആക്രമിക്കുന്നത്. 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഏത് ഹൈക്കോടതിയുടെ പരിധിയിലാണ്? ഓപ്ഷൻ ഡി കൊൽക്കത്ത ഹൈക്കോടതിയുടെ പരിധിയിലാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ കൊൽക്കത്ത ഹൈക്കോടതിയുടെ പരിധിയിലാണ്. അതേസമയം ലക്ഷദ്വീപ് ഏത് ഹൈക്കോടതിയുടെ പരിധിയിലാണ്? കേരള ഹൈക്കോടതിയുടെ പരിധിയിലാണ് ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. തുല്യമല്ലാത്തത് എന്നർത്ഥം വരുന്ന പേരുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ അസം ആണ്. തുല്യമല്ലാത്തത് എന്നർത്ഥം വരുന്ന പേരുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് അസം. അപ്പോൾ അസമിൻ്റെ അർത്ഥമാണ് തുല്യമല്ലാത്തത്. 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 20 ഹെർട്സിലും കുറവ് ആവൃത്തിയുള്ള ശബ്ദമേത്? ഓപ്ഷൻ എ ഇൻഫ്രാസോണിക് സൗണ്ടാണ്. 20 ഹെർട്സിലും കുറവ് ആവൃത്തിയുള്ള ശബ്ദമാണ് ഇൻഫ്രാസോണിക് സൗണ്ട്. അപ്പോൾ നമുക്കറിയാം മനുഷ്യൻ്റെ ശ്രവണ പരിധി എന്ന് പറയുന്നത് 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെയാണ്. അപ്പോൾ 20 ഹെർട്സ് അതായത് മനുഷ്യൻ്റെ ഏറ്റവും കുറഞ്ഞ ശ്രവണ പരിധി, അതിലും താഴെ കുറവ് ആവൃത്തിയുള്ള ശബ്ദമാണ് ഇൻഫ്രാസോണിക് സൗണ്ട്. ഇനി 20 കിലോ ഹെർട്സ് മനുഷ്യൻ്റെ ഏറ്റവും കൂടിയ ശ്രവണ പരിധി, 20 കിലോ ഹെർട്സിലും കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദമാണ് അൾട്രാസോണിക് സൗണ്ട്. 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ള ഭൂഖണ്ഡം ഏത്? ഓപ്ഷൻ ഡി ആഫ്രിക്കയാണ്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ള ഭൂഖണ്ഡമാണ് ആഫ്രിക്ക.
എന്നാൽ നമുക്കറിയാം ഏറ്റവും വലിയ ഭൂഖണ്ഡം ലോകത്ത് ഏതാണ്? ഏഷ്യയാണ്. ഏറ്റവും വലിയ ഭൂഖണ്ഡമാണ് ഏഷ്യ. വിസ്തൃതിയിൽ ലോക ഭൂഖണ്ഡങ്ങളിൽ 2ാം സ്ഥാനമാണ് ആഫ്രിക്കയ്ക്കുള്ളത്. പക്ഷേ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ള ഭൂഖണ്ഡം ആഫ്രിക്കയാണ്. 32ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിൽ പെട്രോളിയം ഖനനം ആദ്യമായി ആരംഭിച്ചത് എവിടെ? ഓപ്ഷൻ സി, അസമിലാണ് ഇന്ത്യയിൽ പെട്രോളിയം ഖനനം ആദ്യമായിട്ട് ആരംഭിച്ചത്. അസം സംസ്ഥാനത്ത്. 33ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എൽ നിനോ എന്ന പ്രതിഭാസം കാണപ്പെടുന്ന സമുദ്രതീരം ഏത്? ഓപ്ഷൻ സി, പസഫിക് സമുദ്രത്തിലാണ് എൽ നിനോ പ്രതിഭാസം കാണപ്പെടുന്ന സമുദ്രതീരമാണ് പസഫിക് തീരം. അപ്പോൾ എൽ നിനോ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉണ്ണിയേശു എന്നതാണ്. എൽ നിനോ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് ഉണ്ണിയേശു. 34ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ആക്ട് നിലവിൽ വന്ന വർഷമേത്? ഓപ്ഷൻ എ, 1898 ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ആക്ട് നിലവിൽ വന്ന വർഷമാണ് 1898. 35ാമത്തെ ക്വസ്റ്റ്യൻ. ആറ്റോമിക് ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന ലോഹം ഏത്? ഓപ്ഷൻ സി, സീസിയം ആണ്. ആറ്റോമിക് ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന ലോഹമാണ് സീസിയം. 36ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏത്? ഓപ്ഷൻ ബി, ഹീമോഫീലിയയാണ്. ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്ന രോഗമാണ് ഹീമോഫീലിയ. ഇനി അതുപോലെ രാജകീയ രോഗം എന്നറിയപ്പെടുന്നതും ഏത് രോഗം തന്നെയാണ്? ഹീമോഫീലിയയാണ്. രാജകീയ രോഗമെന്നും ക്രിസ്മസ് രോഗമെന്നും അറിയപ്പെടുന്ന രോഗമാണ് ഹീമോഫീലിയ. 37ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ ഡി, അക്കാമ ചെറിയാനാണ്. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആരാണ്? അക്കാമ ചെറിയാൻ. 38ാമത്തെ ക്വസ്റ്റ്യൻ. കുര്യാക്കോസ് ഏലിയാസ് ചാവറ CMI സഭ സ്ഥാപിച്ച വർഷം? ഓപ്ഷൻ ബി, 1831 കുര്യാക്കോസ് ഏലിയാസ് ചാവറ CMI സഭ സ്ഥാപിച്ചത് 1831. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ക്രിസ്തീയ സന്യാസ സഭയായിട്ട് കണക്കാക്കുന്നത് CMI സഭയെയാണ്. 39ാമത്തെ ക്വസ്റ്റ്യൻ. ആരുടെ നിര്യാണത്തിൽ ദുഃഖിച്ച് രചിക്കപ്പെട്ട വിലാപ കാവ്യമാണ് പ്രരോദനം? ഓപ്ഷൻ ബി, AR രാജരാജവർമ്മയുടെ നിര്യാണത്തിൽ ദുഃഖിച്ച് കുമാരനാശാൻ രചിച്ച വിലാപ കാവ്യമാണ് പ്രരോദനം. 40ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. മലബാർ സ്പെഷ്യൽ പോലീസ് സ്ഥാപിതമായ വർഷമേത്? ഓപ്ഷൻ ബി, 1921 മലബാർ സ്പെഷ്യൽ പോലീസ് സ്ഥാപിതമായ വർഷമാണ് 1921. അപ്പോൾ 2021 ആയപ്പോൾ മലബാർ സ്പെഷ്യൽ പോലീസ് സ്ഥാപിതമായതിൻ്റെ 100ാം വാർഷികം നമ്മൾ ആഘോഷിച്ചു. ഇനി അതുപോലെ മലബാർ സ്പെഷ്യൽ പോലീസ് സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത ബ്രിട്ടീഷുകാരൻ ആര്? റിച്ചാർഡ് ഹിച്ച്കോക്ക് ആണ്. മലബാർ സ്പെഷ്യൽ പോലീസ് സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത ബ്രിട്ടീഷുകാരനാണ് റിച്ചാർഡ് ഹിച്ച്കോക്ക്. ഓക്കെ ഫ്രണ്ട്സ്. അതുപോലെ ഫ്രണ്ട്സ്, ഏതൊരു PSC പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിൽ kerala.pscwinner.co.in എന്ന നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ക്വിസുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ PSC പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്വിസുകളാണ്. ഈ ക്വിസുകളുടെ വെബ്സൈറ്റ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിച്ച് വെബ്സൈറ്റ് ക്വിസുകൾ കൂടി മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക.